നമസ്കാരം. ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതോടെ മോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ഇമ്പാക്ട് അല്ല ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാവുകയെന്ന യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി ഭരണകൂടം തിരിച്ചറിയാതെ പോയിരിക്കുന്നത്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ കേജ്രിവാളിന്റെ അറസ്റ്റ് ബി.ജെ.പിക്ക് തിരിച്ചടിയാകാനാണ് സാധ്യത. ഇപ്പോൾ വൈകിയാണെങ്കിലും സുപ്രീം കോടതി ജാമ്യം നൽകിയ സാഹചര്യത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന യു.പി. ഉൾപ്പെടെയുള്ള ബി.ജെ.പി. ശക്തി കേന്ദ്രങ്ങളിലും കേജ്രിവാൾ പ്രചരണത്തിന് ഇറങ്ങുന്നത് വീരപരിവേഷത്തോടെയായിരിക്കും. ജയിലിൽ നിന്നും പുറത്തു വന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണമാണ് കേജ്രിവാൾ നയിക്കാൻ പോകുന്നത്. ഇത് ബി.ജെ.പിയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നീക്കമായി മാറാൻ തന്നെയാണ് സാധ്യത. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച രാഷ്ട്രീയ പകപോക്കലാണ് ബി.ജെ.പി. നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. ഭരണപക്ഷത്തായാൽ ഏത് അഴിമതി കേസിൽപ്പെട്ടവർക്കും സംരക്ഷണം കൊടുക്കുന്ന ബി.ജെ.പി. നിലപാടും പ്രതിപക്ഷം തുറന്നു കാണിക്കുന്നുണ്ട്. ഈ പ്രചരണത്തിനാണ് കേജ്രിവാളിന്റെ വരവോടെ മൂർച്ച കൂടുന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിൽ പ്രതികരണവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട്. കേജ്രിവാളിന് ജാമ്യം ലഭിച്ചതിനെ CPM-ഉം കോൺഗ്രസും തൃണമൂലും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തപ്പോൾ ജൂൺ 2-ന് കേജ്രിവാൾ ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്ന് ഓർമ്മിപ്പിച്ച് ബി.ജെ.പിയും രംഗത്തെത്തി. കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെ കേന്ദ്ര സർക്കാരും ഇഡിയും ശക്തമായി എതിർത്തെങ്കിലും 21 ദിവസത്തെ ജാമ്യം അനുവദിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് യഥാർത്ഥത്തിൽ അത്ഭുതം തന്നെയാണെന്നാണ് AAP വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചതും. 40 ദിവസത്തിനുള്ളിൽ ഇടക്കാല ജാമ്യം ലഭിച്ചത് ഒരു അത്ഭുതം തന്നെയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന ദൈവത്തിന്റെ സന്ദേശമാണ് സുപ്രീം കോടതി വിധിയിലൂടെ തെളിയുന്നതെന്നും AAP നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനെതിരെ രംഗത്ത് വന്ന ബി.ജെ.പി. നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മാത്രമാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചതെന്നും ജൂൺ 1-ന് ശേഷം അദ്ദേഹം ജയിലിലേക്ക് തന്നെ മടങ്ങുമെന്നുമാണ് പ്രതികരിച്ചത്. കേജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി പ്രതികരിച്ചു. കേജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നത് വളരെയധികം സഹായകരമായിരിക്കുമെന്നാണ് മമതാ ബാനർജി എക്സിൽ കുറിച്ചത്. ജനാധിപത്യത്തെ അട്ടിമറിച്ച അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബി.ജെ.പിയുടെ കുത്സിത നീക്കത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി തീരുമാനമെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. മാറ്റത്തിന്റെ വലിയ അടയാളമാണ് കേജ്രിവാളിന് ലഭിച്ച ഇടക്കാല ജാമ്യമെന്ന ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറെയും പ്രതികരിച്ചു. കേജ്രിവാൾ സത്യം പറയുന്നതിനെയാണ് ബി.ജെ.പി. എതിർക്കുന്നത്. അദ്ദേഹത്തിനും ഇന്ത്യ സഖ്യത്തിനും ഈ ഇടക്കാല ജാമ്യം വലിയ കരുത്തു പകരും. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുമെന്നും താക്കറെ പറയുന്നു. കേജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച കോൺഗ്രസ് വക്താവ് പവൻ ഖേര ജയിലിലുള്ള ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചിട്ടുണ്ട്. കേജ്രിവാൾ പുറത്തിറങ്ങിയതോടെ പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ സംഘടിതമായി സടകുടഞ്ഞാണ് എണീറ്റിരിക്കുന്നത്. ഇനി നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും കേജ്രിവാൾ ഇഫക്റ്റ് നിർണായക സ്വാധീനം ചെലുത്തിയാലും അത്ഭുതപ്പെടാൻ കഴിയില്ല. അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളിൽ ബി.ജെ.പി. അണികളും ആശങ്കയിലാണ്. പുതിയ സാഹചര്യത്തിൽ മോദി സ്വപ്നം കണ്ട ഭൂരിപക്ഷം എന്തായാലും ലഭിക്കില്ലെന്ന കാര്യം അവരും ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വന്നാൽ പോലും ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളെ അടർത്തിയെടുത്ത സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന വാദത്തിലേക്കാണ് ബി.ജെ.പി. അനുകൂലികളായ മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന പ്രചാരണ യോഗങ്ങളിൽ കേജ്രിവാളും മോദിയുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികൾ കേജ്രിവാളിനെ പ്രചരണ രംഗത്തിറക്കാൻ മത്സരിക്കുന്ന കാഴ്ചയും വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. നന്ദി.